നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ എന്നുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. 7ാം ക്ലാസ് SCRTയിലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ കുറച്ച് ഒരു കഥ പോലെ പറഞ്ഞേക്കുക. തെളിഞ്ഞ ആകാശത്തിന് കീഴിലായി പച്ച വിരിച്ചതുപോലൊരു വയൽ. നെന്മണികൾ ചെറുകാറ്റിൽ പതിയെ തലയാട്ടി നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാ. ഇന്ന് അവധിയായതിനാൽ അച്ഛനോടും അമ്മയോടുമൊപ്പം ഞാനും ചേച്ചിയുടെ കൂടെ കൃഷി ചെയ്യാനിറങ്ങി. നെല്ല് മാത്രമല്ല, തൊട്ടടുത്ത് പച്ചക്കറി കൃഷിയുമുണ്ട്. വഴുതന, കത്തിരിക്ക, പയറ്, പടവലം, വെണ്ട, ചീര, ചേന, ചേമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ പച്ചക്കറികളും ഉണ്ട്. വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്ന തോട്ടത്തിന്റെ കാഴ്ച എന്നെ അമ്പരിപ്പിച്ചു. പതിവിലും അധികം വിളവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത്. വീട്ടാവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ഏറെയും സ്വയം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ശീലം പണ്ട് മുതലേ അച്ഛന്റെ പതിവാണ്. കുറച്ചധികം പച്ചക്കറികൾ ലഭിച്ചത് കൊണ്ട് തന്നെ അതിൽ കുറച്ച് കീർത്തി ചേച്ചിയുടെ വീട്ടിലും പിന്നെയുള്ളത് ചന്തയിലേക്കും അമ്മ കൊണ്ടുപോയി. അപ്പൊ ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു ചിത്രം കണ്ടോ? ഇവിടെ ഈ നെല്ലും മറ്റ് പച്ചക്കറികളും മാത്രമല്ലല്ലോ, ഈ മൃഗങ്ങളും ഒക്കെ ഉണ്ടല്ലേ. കോഴിയുണ്ട്, ആടുണ്ട്, പശു ഉണ്ടല്ലേ, കാണാൻ പറ്റുന്നില്ലേ? അപ്പോ കൂട്ടുകാരി, ഇതെന്ന് പറയുന്നത് ഒരു ഫാമിംഗ് മെത്തേഡ്, അതും നമുക്ക് പഠിക്കാൻ വരുന്നതാ കേട്ടോ. മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നതാ. നമ്മുടെ 8ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലുള്ളതാ അതൊക്കെ. മിക്സഡ് ഫാമിങ് കേട്ടോ, അതായത് സമ്മിശ്ര കൃഷി രീതി. ഓക്കെ, അത് നമുക്ക് ഇനി പഠിക്കാൻ വരും. ഇതിനകത്ത് തന്നെ പഠിക്കാൻ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, നീതുവിന്റെ ഡയറി കുറിപ്പാണ് വായിച്ചത്. നിത്യോപയോഗത്തിന് ആവശ്യമായ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ കൃഷി ചെയ്യുന്നത്? നമ്മളിപ്പോ ആ പടത്തിൽ കണ്ടില്ലേ, എന്തൊക്കെയാണ്? കോഴിക്കൃഷിയുണ്ട് അല്ലെ, പശുവുണ്ട്, ആടുണ്ട്, പിന്നെന്തുവാ, കായ, ഓമയ്ക്ക, പിന്നെന്താ, കപ്പയാന്ന് തോന്നുന്നു അല്ലെ, കപ്പയുണ്ട്, വഴുതനങ്ങയുണ്ട്, ചക്ക, പ്ലാവുണ്ട് അല്ലെ, പ്ലാവുണ്ട്, തെങ്ങുണ്ട് പുറകില്. അപ്പൊ മിക്സഡ് ഫാമിംഗ്, പല വിളകളാണ് ഇവിടെ അവർ കൃഷി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താണ് കൂട്ടുകാരെ? എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരിക്കും. അതെ, ഒരെണ്ണം ഇപ്പൊ ഇതില് ഒരു വിള പോയാലും ഇവർക്ക് വേറെ വിളകൾ ഉപയോഗിക്കാൻ പറ്റും അല്ലയോ? ഇപ്പം നെല്ലങ്ങ് പോയി, നെല്ലങ്ങ് കേടായി പോയെന്ന് വെച്ചോ, അപ്പോഴും അവർക്ക് കപ്പയുണ്ട്, ചക്കയുണ്ട് അല്ലെ, പപ്പായയുണ്ട്, അതൊക്കെ വെച്ച് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഇതെല്ലാം ലാഭത്തിൽ തന്നെ ഇവർ, നമുക്ക് അതിന്റെ ഗുണമാ പറയുന്നത് ഈ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, ജൈവ വളം കേട്ടോ, ജൈവ വളം കിട്ടും നമുക്ക്. ജൈവ വളം നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഈ നമ്മുടെ ഈ വാഴയുടെ ഒക്കെ വേസ്റ്റ് അല്ലെ, അതൊക്കെ വേണേ നമുക്ക് ഈ പശുവിനൊക്കെ കൊടുക്കാം. അപ്പൊ അതിന്റെ ചാണകം എടുത്തിട്ട് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലെ. ചാണകവെള്ളം നേർപ്പിച്ച് തെളിച്ചാൽ അതൊരു കീടനാശിനിയും കൂടാ. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും മിക്സഡ് ഫാമിങ്ങില്. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റ് ഉണ്ട്. അത് മാത്രമല്ല, ഇവിടെ വേണ്ട കോഴികളെ കാണിച്ചിട്ടുണ്ട്. ഈ കോഴിക്കാഷ്ടം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഇൻ നൈട്രജനാ കേട്ടോ, വലിയൊരു വളമാ അത്. അവർക്ക് ലാഭമാ ഇത്. നെല്ലിന്റെ വേസ്റ്റ് കന്നുകാലികൾക്ക് ആഹാരമായിട്ടും കൊടുക്കാം. അപ്പൊ അതാണ് ഈ മിക്സഡ് ഫാമിങ്ങിന്റെ ഒരു ബെനിഫിറ്റ്. അത് മാത്രമല്ല, ഇവർക്ക് കുറച്ച് ഇത് എല്ലാം ഒന്നും ഇവർ ഉപയോഗിക്കത്തില്ലല്ലോ, ബാക്കി ഇവർക്ക് വിൽക്കുകയും ചെയ്യാം അല്ലയോ. അപ്പൊ പൈസ ഏൺ ചെയ്യാൻ പറ്റും, ഇവരുടെ ബന്ധക്കാർക്ക് വേണേ കൊടുക്കാൻ പറ്റും. അതെ, വരുമാന മാർഗം കൂടാണിത്. അപ്പോ വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികന്മാരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട് അല്ലെ. വേട്ടയാടി ജീവിച്ചവരെ പിന്നെ ഒരു സ്ഥലത്ത് തന്നെ തങ്ങി നിന്ന് എങ്ങനെ നമ്മുടെ ഈ ലോഹങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെ പതുക്കെ കൃഷിയൊക്കെ തുടങ്ങി അങ്ങനെ അവിടെ തന്നെ ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം പിന്നെന്ത് കൂട്ടായ്മയായി മാറി, കൂട്ടായ്മ ഗ്രാമമായിട്ട് മാറി, ഗ്രാമം പട്ടണമായിട്ട് മാറി. അങ്ങനെ സാമൂഹിക ജീവിതത്തിന് ആവശ്യമായ സംവിധാനം രൂപപ്പെട്ടത് അങ്ങനെയാണ് അല്ലെ. മനുഷ്യന് ഇങ്ങനെ അതായത് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാ ഇതെല്ലാം രൂപപ്പെട്ടത് അല്ലെ. അപ്പോ ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യര് കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി. ഓക്കെ, അപ്പൊ ഓർക്കണം, അന്ന് ഇവര്
ജീവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു, എന്തേലും ആഹാരം കഴിക്കണം എന്നുള്ള ഇത് മാത്രമായിരുന്നു. അപ്പോ അതിനുശേഷം കാലങ്ങളായിട്ട് ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വന്നപ്പോ എന്തോ പറ്റി, കമ്പോളത്തെ അടിസ്ഥാനമാക്കി വിൽക്കാൻ അല്ലേ, പണം പണം ഉണ്ടാക്കി അതുപയോഗിച്ച് ജീവിക്കാന്. ഇപ്പൊ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി മനുഷ്യര് അവലംബിച്ച കൃഷിരീതി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ കൃഷിയുടെ ഉത്ഭവത്തിനെ കുറിച്ച് പറഞ്ഞേക്കോ കേട്ടോ. അലിഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യര് ഏതാണ്ട് 7000 BCE, നമ്മൾ BCയുടെ പറഞ്ഞായിരുന്നു അല്ലേ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിൽ. എന്തുവായിരുന്നു BCE? ബിഫോർ കോമൺ എറ അല്ലേ. 7000 BCയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അപ്പോൾ മെസ്സപ്പൊട്ടാമിയ കേട്ടോ, മെസ്സപ്പൊട്ടാമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ്, അപ്പൊ ഇവിടങ്ങളിലൊക്കെ മനുഷ്യര് കൃഷി ചെയ്യാൻ ആരംഭിച്ചു അന്ന് തന്നെ. അപ്പൊ 3000 BCയില് സിന്ധു നദിയുടെ നദീതടത്തില് നാഗരികതയോട് ചേർന്നാണ് നമ്മുടെ ഇന്ത്യയിലെ കാർഷിക സംസ്കാരം വളർന്നു വന്നത് കേട്ടോ. ഈ നദീതീരത്തില് ഇരട്ട നഗരങ്ങളായ ഏതൊക്കെയാണ്? മോഹൻജദാരോയും ഹാരപ്പയും അല്ലെ. മോഹൻജദാരോയും ഹാരപ്പയിലുമാണ് എന്തൊക്കെയാണ് അവർ കൃഷി ചെയ്തത്? മെയിനായിട്ട് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങളാണ് കൃഷി ചെയ്തിരുന്നത് കേട്ടോ. അപ്പോ ദക്ഷിണേന്ത്യയില് നമ്മുടെ ഈ ഭാഗത്തൊക്കെ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. ഓക്കെ, നമ്മുടെ നാട്ടിലെ കൃഷി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ആയിരുന്നു ആദ്യകാലത്തിലൊക്കെ. കപ്പയൊന്നുമല്ല, ഈ കാച്ചിലും ചേനയൊക്കെ, അതൊക്കെയായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോ ഉപജീവന കൃഷി എന്ന് പറയുമ്പോൾ എന്താണ് കൂട്ടുകാരെ? കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നം മാത്രം ഉൽപ്പാദിപ്പിച്ച് അവര് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ലാഭം നേടുക എന്നത് ഇവിടുത്തെ ലക്ഷ്യമല്ല. പക്ഷെ ചിലപ്പോൾ ഈ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എല്ലാം ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ, കേടായി പോവും. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് വിൽക്കാൻ പറ്റും, അങ്ങനെ വരുമാനവും കിട്ടും. അപ്പോൾ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്തുവാണ് ഈ പരമ്പരാഗത കൃഷി ഉപകരണം? അതായത് മറ്റേ നമ്മുടെ മെഷീനറി ഒന്നും അല്ല, സാധാരണ നമ്മുടെ തൂമ്പ അല്ലേ, പിന്നെന്താ മൺവെട്ടി, കലപ്പ. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചായിരിക്കും ഈ സാധാരണ കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യമേ പറഞ്ഞ കൃഷി രീതി വേണ്ട കൂട്ടുകാരെ വന്നു, സമ്മിശ്ര കൃഷി. അപ്പൊ ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, നമുക്ക് ഈ പച്ചക്കറി വളർത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കന്നുകാലികളെ വളർത്താം, കോഴികളെ വളർത്താം, മീനുകളെ വളർത്താം അല്ലെ. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്നതാ. അപ്പൊ മീനുകൾക്ക് വേണേ ഈ പച്ചക്കറി വേസ്റ്റ് കൊടുക്കാൻ പറ്റും, മീനിന്റെ വെള്ളം വേണേ ഈ പച്ചക്കറിക്ക് ഒഴിക്കാനും പറ്റും അല്ലേ. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു, കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചു ലഭിക്കുന്നു. ചെലവോ നല്ല കുറവ് തന്നെയല്ലേ. അപ്പം വളത്തിന് ചെലവ് വരുന്നില്ല, നമ്മുടെ കീടനാശിനികൾക്ക് ചെലവ് വരുന്നില്ല അല്ലേ. ഓക്കെ, അതെ, ആഹാരത്തിനും വലിയ ചെലവ് വരുന്നില്ല. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ള എന്താ? തോട്ടവിള കൃഷിയാണ്. തോട്ടവിള കൃഷി, പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. അപ്പോ ഇവിടെ എന്താ, പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകര് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അല്ലെ, ബ്രിട്ടീഷുകാര് നമ്മുടെ ബംഗാളിൽ ഏത് കൃഷിയായിരുന്നു ഇവര് ഫോഴ്സ് ചെയ്ത് നമ്മുടെ കൃഷിക്കാരെ കൊണ്ട് ചെയ്യിച്ചത്? മറ്റേ പരുത്തി കൃഷിയൊക്കെ. പരുത്തി ചെയ്യിച്ചു. പിന്നെ ബീഹാറിലെ കർഷകരെയായിരുന്നു അല്ലേ. എന്തുവായിരുന്നു ചെയ്യിച്ചത്? നീലം കൃഷിയുടെ എവിടെ ആയിരുന്നു, ഓർമ്മയുണ്ടോ കൂട്ടുകാരെ? അതെ, അപ്പൊ നഗോഡ. അപ്പോ ഇവിടെ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഭക്ഷ്യാവശ്യത്തിനുള്ള കൃഷിയൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് അവിടെ ഭയങ്കരമായ ക്ഷാമമൊക്കെ വന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്തും ഒക്കെ അല്ലേ.
തോട്ടവിള കൃഷി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടി വിശാലമായ പ്രദേശത്ത് എന്തൊക്കെയാണ് തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് കേട്ടോ, ഇതെല്ലാം കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അപ്പൊ വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഇൻഡസ്ട്രിയലൈസേഷന്റെ ഹോം എന്ന് പറയുന്നത് ബ്രിട്ടനാ, ഇല്ലയോ? അപ്പോ ഈ ബ്രിട്ടൻ അതെ അതെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യം വരുന്നത്, ഏത് റോ മെറ്റീരിയൽ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ ഈ അസംസ്കൃത വസ്തുക്കൾ അവർക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. അതിനായിട്ട് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടി കോളനി രാജ്യങ്ങൾ, എന്താണ് ഈ കോളനി രാജ്യങ്ങള്? അല്ല യൂറോപ്യൻസ് കോളനികളാക്കി അതെ, വെച്ചിരുന്ന രാജ്യം. യൂറോപ്യൻസ് അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നമ്മുടെ ഈ മറ്റ് രാജ്യങ്ങളെ അവരുടെ പരിധിക്ക് ഉള്ളിൽ വരുത്തുക, അല്ലേ? അതാണ് കോളനികള്. അപ്പോൾ അപ്പോൾ ഈ തോട്ടവിളകൾ കേട്ടോ, ഈ കോളനികളില് ഈ നമ്മുടെ യൂറോപ്യൻസ് തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ദീർഘകാല വരുമാനവും കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വാണിജ്യവിള കൃഷി അടുത്തതായിട്ട്. കാർഷിക ഉൽപ്പന്നങ്ങള് വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്? വാണിജ്യവിള കൃഷി. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യവിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണ് നമ്മുടെ വാണിജ്യവിള കൃഷി. അപ്പൊ ഏതൊക്കെയാ നമ്മളിപ്പോ കൃഷി ചെയ്യുന്നത് ഇങ്ങനെ വാണിജ്യപരമായിട്ട്? റബ്ബർ, അല്ലേ? കരിമ്പ്, പരുത്തി, ചണം. അപ്പൊ ഇതെല്ലാം തന്നെ വാണിജ്യവിളകളാണ്, അല്ലേ? അപ്പോ അതെ അതെ എന്താണ് കൂട്ടുകാരെ നമ്മുടെ ഉപജീവന കൃഷിയും ഈ സമ്മിശ്ര കൃഷിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ്? ഉപജീവനമാണെങ്കിൽ സ്വന്തം ആവശ്യത്തിന്, അതെ, സ്വന്തം സമ്മിശ്രമാണെങ്കിൽ ആവശ്യത്തിനും. അതെ, സമ്മിശ്രമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിൽക്കാം, ഒരു കാര്യം തന്നെ ഒന്നിലധികം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് വിൽക്കാം, അല്ലേ? അതെ. അപ്പൊ ഉപജീവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. അപ്പൊ ചെറിയ ഇടങ്ങളിൽ അടുക്കളത്തോട്ട കൃഷി, അതൊക്കെ ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യുന്നു. സമ്മിശ്ര കൃഷിയിലാണെങ്കിലോ ഉൽപാദന ചെലവ് കുറവാണ്. അതേസമയം തോട്ടവിള കൃഷിയിലോ കുറഞ്ഞ ഉൽപാദന ചെലവാണ്, പക്ഷെ ഹൈ ഈൽഡിങ് ആണ്, അല്ലെ? വൻതോതിലുള്ള ഉൽപാദനം അവിടെ വരുന്നത് തോട്ടവിളകള്. ഈ ചണമൊക്കെ സത്യത്തിൽ നമ്മുടെ ഈ ബംഗാളിലൊക്കെ ചുമ്മാ കളിക്കുന്നതാ, അവിടെ ഈ ആറിന്റെ ഒക്കെ തീരത്ത്. അപ്പൊ വലിയ നോക്കമൊന്നും വേണ്ട. അതാ അപ്പം എന്താണ്, വലിയ ചെലവില്ല അതിന് പരിപാലിക്കാനൊന്നും. അപ്പൊ വാണിജ്യവിള കൃഷി എന്തായിരുന്നു? വാണിജ്യവിള കൃഷിക്ക് മൂലധന നിക്ഷേപം വേണം, അല്ലേ? അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ വാണിജ്യവിള കൃഷി ചെയ്യുന്നത്. ഓക്കെ, ലാഭമാണ് അവിടെ ലക്ഷ്യം. ലാഭമാണ് അവിടുത്തെ ലക്ഷ്യം വരുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും. അപ്പൊ നമ്മൾ ഈ ചിത്രത്തില് കാണുന്ന കാർഷിക വിളകളിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വിളകൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? ഗോതമ്പുണ്ടല്ലേ, ഗോതമ്പുണ്ട്, പിന്നെന്താണ്, ചോളമുണ്ട്, പിന്നെ നെല്ലുണ്ട്, പിന്നെ ഒന്ന് തേയിലയാണ്, അല്ലെ? തേയില. പിന്നെ കോട്ടൺ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ വസ്ത്രങ്ങൾ, അല്ലേ? വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ. പരുത്തിയാണിത്, പരുത്തിപ്പൂക്കളാ. പിന്നെ തേയിലയാണ് ഈ മറ്റേ കാണുന്നത്. അപ്പോ കാർഷിക വിളകളെ നമുക്ക് ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ആഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന വിളകളാണ് എന്ത്? നമ്മുടെ ഭക്ഷ്യവിളകള്. എന്നാൽ വാണിജ്യമായിട്ട് നമുക്ക് കൂടുതൽ മാർക്കറ്റിൽ വിൽക്കാനും വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിളകളാണ് എന്ത്? നമ്മുടെ നാണ്യവിളകൾ, അല്ലേ? അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഭക്ഷ്യവിളകള് കുറച്ച് എക്സാമ്പിൾ പറയാമോ? നെല്ലും ഗോതമ്പും ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
ഏതൊക്കെയാണ്? ചോളം, ബാർലി, അതെ, ചോളം, പയർവർഗ്ഗങ്ങൾ. ബാർലി, പയറുവർഗ്ഗങ്ങള്, എണ്ണക്കുരുക്കൾ അല്ലേ? എണ്ണക്കുരുക്കൾ, എണ്ണ ഉണ്ടാക്കണ്ടേ? അപ്പോ അതെ. നാണ്യവിളകൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? നാണ്യവിളകള് പരുത്തി, റബ്ബർ, റബ്ബറ്, ചാണം. പരുത്തി, റബ്ബറ്, ചണം, പിന്നെ ചണം, തേയിലയുണ്ട് അല്ലേ? തേയിലയുണ്ട്, കാപ്പി, കാപ്പി. സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലേ? അതുമെല്ലാം നമ്മുടെ നാണ്യവിളകളാണ് കേട്ടോ. അതൊക്കെ ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വേണ്ട കുറച്ച് വിളകൾ കൊടുത്തേക്കുവാ. ഏതൊക്കെ പ്രദേശത്താണ് എന്ത് ഈ വിളകൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഗോതമ്പ് അറിയാമല്ലോ നമുക്ക് എവിടാണ്? നോർത്തേൺ ഇന്ത്യയില് അല്ലേ? നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പൊക്കെ കൃഷി ചെയ്യുന്നത് അല്ലേ? അപ്പോ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഗോതമ്പ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അതേസമയം പരുത്തിയോ കൂട്ടുകാരെ? മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ അല്ലേ? അവിടാണ് ഈ പരുത്തി കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോ നെല്ല് എവിടെയാണ് കൂട്ടുകാരെ കൂടുതലായിട്ട് കൃഷിയുള്ളത്? പശ്ചിമ ബംഗാള്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ നമുക്കും ഉണ്ടല്ലേ നെൽകൃഷിയുണ്ട്. അപ്പോ വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. അപ്പോൾ ഇത്തരം വ്യത്യസ്തങ്ങളായ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? കാലാവസ്ഥ, മണ്ണ്, മണ്ണ്, അതെ, കാലാവസ്ഥ, അപ്പൊ നമുക്ക് ജലസൗകര്യം. നമ്മുടെ താപനില. നോർത്തേൺ ഭാഗങ്ങളിൽ നോക്കുവാണെങ്കിൽ ഒത്തിരി ഭയങ്കര ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു മണ്ണാണ് അല്ലെ? എക്കൽ മണ്ണാണ്. ഏത്? നമ്മുടെ ഉത്തരേന്ത്യൻ സമതലം അല്ലേ? അതെ. അപ്പോ ആ സമതലം എങ്ങനെ രൂപീകരിക്കപ്പെട്ടയാണ് കൂട്ടുകാരെ? നദികൾ അതെ, നമ്മുടെ നദികൾ അല്ലെ? ഗംഗയും യമുനയുടെ ഒക്കെ കരകളില് ഈ സെഡിമെന്റ്സ് അടിഞ്ഞുകൂടി അല്ലെ? അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടായ സ്ഥലമാണത്. അതുകൊണ്ട് അവിടെ അത്രയും വളമായിട്ടുള്ള ആ മണ്ണുള്ളത്. അപ്പൊ നമുക്ക് പലതരം മണ്ണുണ്ട്. എക്കൽ മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്. കറുത്ത മണ്ണിന്റെ കാര്യം അറിയാലോ. ഏത് കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം കറുത്ത മണ്ണ്? പരുത്തിക്ക്. അതേസമയം കരേവ മണ്ണെന്ന് പറയുന്നൊരു മണ്ണുണ്ട്. അത് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ കാശ്മീരിൽ അല്ലേ? എന്തിനാണ്? കുങ്കുമപ്പൂ കൃഷി. ഓക്കെ. അപ്പോ അത് നമ്മുടെ മണ്ണിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി എന്താണ്? അനുകൂലമായ കാലാവസ്ഥയുണ്ട്. ഇപ്പൊ മൺസൂൺ മഴയാണ് നമ്മുടെ മെയിൻ അല്ലെ? ഇന്ത്യയിലെ ഏത് ഭാഗം നോക്കിയാലും അവിടെ മുകളിലോട്ട് പോയാൽ വടക്ക് കിഴക്കൻ മൺസൂൺ വരും അല്ലേ? നമ്മുടെ ഭാഗത്ത് നോക്കിയാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരും. അപ്പൊ മൺസൂൺ മഴയെ ആശ്രയിച്ചുള്ള കാർഷിക രീതികളും വിവിധ വിളകൾക്ക് അനുയോജ്യമായ താപനിലയും കാലാവസ്ഥയും നമുക്കുണ്ട്. പിന്നെന്താണ്? ജലസേചന സൗകര്യം. നമുക്ക് അറിയാലോ, ഇഷ്ടം പോലെ നദികളുണ്ട്. നമുക്ക് നദിയുണ്ട്, പിന്നെന്തുവാ, കനാലുകളുണ്ട്, കിണറ്, കുളങ്ങള്, ഇതെല്ലാം തന്നെ നമുക്കുണ്ട്. അപ്പം ജലസേചന സൗകര്യവും നമുക്ക് നല്ല പോലെ സാധിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൽ എല്ലായിടത്തും. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൽ ഈ പലതരം വിളകൾ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ ആയല്ലോ അത്രയും? അപ്പൊ അടുത്തതായിട്ട് നമുക്ക് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് നോക്കുന്നത് കേട്ടോ. കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. അവള് കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായമാണ് എന്ത്? കൃഷി അധിഷ്ഠിത വ്യവസായങ്ങള്. അപ്പൊ കാർഷികോൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. അപ്പൊ തുണി വ്യവസായത്തിൽ ഏതാ കൂട്ടുകാരെ കൂടുതലായിട്ട് അപ്പം ഉപയോഗമുള്ള ഒരു വിള ഏതാണ്? പരുത്തി, ചണം. അതെ, ചണവും പരുത്തിയുമാണ്. അതുപോലെ തന്നെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളും നമുക്ക് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കാം. കരിമ്പ് പഞ്ചസാര ഉണ്ടാക്കാനും റബ്ബർ ടയറും പിന്നെ ഒരു അനേകം സാധനങ്ങളുണ്ടല്ലേ റബ്ബറും കൊണ്ട് നിർമ്മിക്കാൻ പറ്റും. അപ്പോ കാർഷികോൽപ്പന്നങ്ങൾ നമുക്ക് പറഞ്ഞേക്കുവാ ഇവിടെ. പരുത്തി എന്തിനാണ്? തുണി വ്യവസായം നമുക്കറിയാം. കരിമ്പ് പഞ്ചസാര വ്യവസായം.
റബ്ബറോ അതായത് ടയർ ഉൽപ്പന്നങ്ങൾ അല്ലേ. പിന്നെ തേയില, കാപ്പി. തേയിലയും കാപ്പിയും ഒക്കെ എന്താണ്, നമ്മുടെ പാനീയ വ്യവസായമാണ് അല്ലെ. പാനീയ വ്യവസായമാണ് തേയിലയും കാപ്പിയും. പിന്നെന്താണ് വരുന്നത്, സുഗന്ധ വ്യഞ്ജനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതും ഒരു മെയിൻ വ്യവസായം തന്നെ. പിന്നെ പഴവും പച്ചക്കറികളും. പഴവും പച്ചക്കറികളും ഒത്തിരി ഇതാണ്, ഒത്തിരി ഇൻഡസ്ട്രീസ് ഉണ്ട്. ഏതൊക്കെ, ജാമ്, അച്ചാറ്, പിന്നെ ടിന്നിലടച്ച് പ്രിസർവ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പം ആ അതെ അതെ വ്യവസായങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്താണ് വരുന്നത്, എണ്ണക്കുരുക്കള്, അതായത് നിലക്കടല, നമ്മുടെ കൊപ്ര, ഉണക്കത്തെങ്ങി, വെളിച്ചെണ്ണ ഉണ്ടാക്കാന്. അപ്പൊ എണ്ണ വ്യവസായം അല്ലേ, ഓയിൽ ഇൻഡസ്ട്രിയും എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്താണ്, കാർഷികോൽപ്പന്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളും. ഓക്കെ. അപ്പോ ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ള, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ ധാതുക്കൾ ഒരുപാടല്ലേ ഉണ്ടല്ലേ. പലതരം ധാതുക്കളുണ്ട് നമുക്ക്. അപ്പോ ഈ ധാതുക്കൾ എന്നാൽ എന്താണ് കൂട്ടുകാരെ? എന്താണ് ഈ ധാതുക്കള്? നമുക്ക് ഖനനം ചെയ്തെടുത്ത് വ്യവസായം തുടങ്ങാൻ അതെ, നമ്മുടെ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്. അതെ. അപ്പൊ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് എന്ത്, ഈ ധാതുക്കള്. അപ്പൊ എവിടെ നിന്നാ കിട്ടുന്നത്? ഭൂവൽക്കത്തിലാ കേട്ടോ. അപ്പോ ഇവിടെ ഉപയോഗം എന്താണ്? ലോഹങ്ങളുടെ വ്യവസായത്തിനും പറഞ്ഞോളൂ. വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി. അതെ, വ്യാവസായിക ആവശ്യത്തിന്. അപ്പോ ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ധാതുക്കൾ ഉപയോഗിക്കും. ഉദാഹരണം എന്താണ്, ഹീമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഈ ഹീമറ്റൈറ്റ് എന്തിന്റെയാ, എന്തിന്റെ അയിരാ? നമ്മുടെ ഇരുമ്പിന്റെയാണ്. ഇരുമ്പിന്റെയാണ്. മാഗ്നറ്റൈറ്റോ? അതും ഇരുമ്പ്. അതെ. അപ്പൊ കലാമിൻ സിങ്ക്. ബോക്സൈറ്റ് അലുമിനിയം. ഓക്കെ. അപ്പൊ പിന്നെ സിന്നബാർ. ഇതെല്ലാം തന്നെ എന്താ, ലോഹധാതുക്കളാണ് കേട്ടോ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞല്ലേ, ഇവയിൽ പലതും ലോഹങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റ് അലോഹ ധാതുക്കളുണ്ട്. മൈക്ക, വജ്രം, സിലിക്ക. സിലിക്ക എന്ന് പറഞ്ഞാൽ മണലാണ് കേട്ടോ, നല്ല പ്യുവർ മണലാണ്. അപ്പൊ തുടങ്ങിയവ അലോഹ ധാതുക്കളും. പിന്നെന്താണ്, കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധന ധാതുക്കളുമാണ്. അപ്പൊ ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നതാണ് ധാതു അധിഷ്ഠിത വ്യവസായം. രാജ്യത്തിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഏത്? നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായം അല്ലേ. ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പോ രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പുരുക്ക് വ്യവസായം ഉണ്ട്. പിന്നെന്താണ്, അലുമിനിയം ഉണ്ട്. അലുമിനിയം. പിന്നെ ചെമ്പ് വ്യവസായം. അതെ, ചെമ്പുണ്ട്. പിന്നെ സിലിക്ക വ്യവസായം ഉണ്ട് കേട്ടോ, കാരണം ഗ്ലാസ് നിർമ്മാണം ഉണ്ട് നമുക്ക്. പിന്നെന്താണ്, കൽക്കരി ഉണ്ട്. വൈദ്യുതി ഉൽപാദനത്തിനായിട്ട് കൽക്കരിയുടെ വ്യവസായം ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ. അത് തന്നെയാണ്. ഓക്കെ. പിന്നെ പെട്രോളിയം വ്യവസായം ഉണ്ട് നമുക്ക് അല്ലെ. പെട്രോളിയം വ്യവസായവും ഉണ്ട്. ഓക്കെ. അപ്പോൾ സിലിക്ക, ബോക്സൈറ്റ്, വജ്രത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലേ. വജ്രത്തിന്റെയും ഉണ്ട് കേട്ടോ, വജ്ര വ്യവസായവും ഉണ്ട്. ശരി. അപ്പൊ സ്വർണ്ണം കർണാടക. അതെ, സ്വർണ്ണമുണ്ട്. നമ്മൾ ഇതിനകത്ത് ടേബിളിലെ കാര്യമേ പറഞ്ഞോളൂ ഇപ്പം കേട്ടോ. പിന്നെ നമുക്കുള്ളത് എന്താണ്, സ്വർണത്തിന്റെ വ്യവസായം ഉണ്ട് അല്ലെ, കർണാടകയില്. അത് ഏത് ഖനിയാണെന്ന് പറയാമോ? എനിക്ക് കോളാർ മൈൻ അല്ലേ, കോളാർ അല്ലേ കർണാടകയിലെ? കോളാർ മൈനുകളാണ് കേട്ടോ, കോളാർ മൈൻ കർണാടകയിലെ സ്വർണ്ണഖനി. ഓക്കെ. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ള എന്താ, ഹരിത വിപ്ലവം. ഇപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കുറെ ആയിട്ട് വരുന്നുണ്ട് അല്ലെ, ഹരിത വിപ്ലവത്തിന്റെ. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. നമ്മൾ മുമ്പേ പറഞ്ഞതാ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. അപ്പോ
ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ചും ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളാണ് എന്ത് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പോ ഇതുണ്ടാവാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാര് നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം അല്ലേ? അപ്പോ അതെ. കർഷകർക്ക് അത് വലിയൊരു ഭാരം തന്നെ ആയിരുന്നു. ഉയർന്ന നികുതികളായിരുന്നു അല്ലെ? ഉയർന്ന നികുതികള്. അപ്പോ ഈ ഉയർന്ന നികുതി കാരണം ഈ കൃഷിക്കാര് പാവങ്ങള് ഈ ഭയങ്കരമായ കടക്കണിയിലോട്ട് വീണു അല്ലെ? അങ്ങനെ ഭയങ്കര ദാരിദ്ര്യത്തിലേക്ക് അവര് വഴുതി വീഴുകയാണ് ഉണ്ടായത്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി. അതെ. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ജലസേചനം, ഗതാഗതം, പിന്നെ സംഭരണം, സ്റ്റോർ ചെയ്യണ്ടേ? അപ്പോ ഇതെല്ലാം കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് കേട്ടോ. അന്നപ്പോ ഇതിന്റെയൊക്കെ അഭാവമാണ്. അപ്പൊ അതും ഉൽപാദനം കുറയാന് കാരണമായി. ഉൽപാദനം കുറയുമ്പോൾ എന്താ, നമ്മുടെ കർഷകരുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു അത്. അപ്പോ പിന്നെന്താണ്, നമ്മുടെ ഭൂപരിഷ്കരണം വരിക. അപ്പൊ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു കേട്ടോ. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായിട്ട് കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. അപ്പോ അതുവഴി കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഏത്? നമ്മുടെ കേരളം. അപ്പോ കേരളം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കേട്ടോ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, രാസവളങ്ങള്, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, ഇത് ഇത് തന്നെ നമുക്ക് ചോദിച്ചായിരുന്നു ഈയിടെ. കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഓർമ്മയുണ്ടോ ഇത്? ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നു ഈയിടെ. അതെ അതെ. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് എന്തിന്റെ ഉൽപാദനത്തിലാണ്? ഗോതമ്പ് ഉൽപാദനത്തിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിളിക്കുന്നുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സുപരിചിതനായ ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ് കേട്ടോ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. അദ്ദേഹം 1925 ഓഗസ്റ്റ് 7-ന് തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് ജനിച്ചത് കേട്ടോ. കുംഭകോണം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അതുമാത്രമാണ്, രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിന് പരിഹാരം കാണുന്നതിനായിട്ട് നോർമൻ ഇ ബോർലോഗ്. ഈ നോർമൻ ഇ ബോർലോഗ് ആരാണ്? നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അല്ലെ? ലോകത്തിൽ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഹരിത വിപ്ലവം കൊണ്ടുവരുന്നത്. അപ്പൊ നോർമൻ ഏണസ്റ്റ് ബോർലോഗ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അതേസമയം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഓക്കെ. അപ്പോ നമ്മുടെ എം.എസ്. സ്വാമിനാഥൻ ഈ ബോർലോഗുമായിട്ട് സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. അപ്പൊ തൽഫലമായിട്ട് ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടണ്ണാണ് വർദ്ധിച്ചത്. 5 ദശലക്ഷം ടണ്ണ്. അപ്പൊ ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. അപ്പോ ഈ നേട്ടങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിന്റെ രാജ്യം എന്തൊക്കെ നൽകി? പത്മശ്രീ നൽകി, പത്മഭൂഷൺ നൽകി, ഭാരതരത്നയും നൽകി. അങ്ങനെ ഏറ്റവും വലിയ അല്ലെ, ഒരു സിവിലിയൻ ഇതിന് ഒരാൾക്ക് കിട്ടുന്ന എല്ലാ വലിയ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചു. 2023 സെപ്റ്റംബർ 28-ന് അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. ഓക്കെ. അപ്പോ നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പായി, ഭക്ഷ്യധാന്യത്തിന്റെ വില കുറഞ്ഞു, കാരണം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. പരിമിതികളോ? ജലം അമിതമായി ഉപയോഗിച്ചത് വഴി എന്ത് സംഭവിച്ചു? ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറഞ്ഞു. അതുമാത്രമല്ല, രാസവളവും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഈ ഹരിത വിപ്ലവത്തില്. അപ്പൊ അതിന്റെയൊക്കെ അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത അല്ലെ, അതില് നമുക്ക് ഉപകാരം ചെയ്യുന്ന ബാക്ടീരിയകളെയും എല്ലാം അത് നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ. അപ്പോ അത് മാത്രമാണോ? ചെറിയ കർഷകർക്ക് പ്രയോജനം കുറവായിരുന്നു അല്ലെ? അതായത് സാമ്പത്തികമായി
ഈ ഒരു പോയിന്റ് ചോദിച്ചായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും രാസവളങ്ങൾ വാങ്ങാനും സാധിക്കാതെ വരും. അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പൊ ഈ ഹരിത വിപ്ലവത്തിന്റെ പ്രയോജനങ്ങൾ അവർക്ക് കിട്ടിയില്ല. അതായത് ഓൾറെഡി ഇതൊക്കെ ഇച്ചിരി അത്യാവശ്യം പൈസയുള്ള കൃഷിക്കാരായിരുന്നു ഇതെല്ലാം ചെയ്തത്, നടപ്പിലാക്കിയത് അല്ലേ. ഓക്കെ. അതെ. പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കൂടെ വരും. നമ്മളിപ്പോ പറഞ്ഞു, രാസവസ്തുക്കളുടെ ഉപയോഗം പറഞ്ഞു. പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളും കൂടെ വരും. നമ്മുടെ ജലമലിനീകരണം കൂടെ സംഭവിക്കും. അപ്പൊ ജൈവ വൈവിധ്യം, ഒത്തിരി മീനുകളും അതേപോലെ ഈ അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ജീവികൾ ഒക്കെ ഒരുപാട് ചത്തുപോയി കാണും. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു പരിമിതിയാണ്. പിന്നെന്താണ്, നമ്മുടെ നോർമൻ ഇ ബോർലോഗിനെ കുറിച്ച് പറഞ്ഞേക്കുക കേട്ടോ. അപ്പോൾ ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു. 1970 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ലഭിച്ചു. ഓക്കെ. അപ്പോ അതാണ് നമ്മുടെ ഹരിത വിപ്ലവം. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദാരിദ്ര്യം എന്താണെന്നാണ്. അപ്പോൾ അവിടെ ആദ്യമേ തന്നെ നമ്മുടെ ചേപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്നും കുറച്ച് ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്നൊന്ന് വായിക്കാം. ആ ചങ്ങാതിയെ അന്വേഷിച്ചാണ് 2 കൂട്ടുകാർ അന്ന് വീട്ടിലെത്തിയത്. അവനെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. വീട്ടുകാർക്കും അറിയില്ല അവൻ എവിടെ പോയെന്ന്. അവസാനം അവർ മുറിക്കുള്ളിൽ കയറി ഒരു അന്വേഷണം തന്നെ നടത്തി. കട്ടിലിനടിയിൽ കുനിഞ്ഞിരുന്ന് ഒരു സ്ലേറ്റിൽ കണക്ക് ചെയ്യുകയായിരുന്നു ആ വിദ്വാൻ. അവർ ചോദിച്ചു, ഇത് നിനക്ക് കടലാസിൽ ചെയ്തുകൂടെ? ആഹാരം നൽകുവാൻ പോലും അച്ഛൻ നന്നേ പാടുപെടുകയാണ്. പിന്നെ പണം കൊടുത്ത് എങ്ങനെയാണ് കടലാസ് വാങ്ങുക? അവന്റെ ഉത്തരം കേട്ട് ആ കൂട്ടുകാർക്ക് വേദന തോന്നി. അപ്പോൾ ദാരിദ്ര്യത്തിനെ കുറിച്ച് പറയുവാണ് കേട്ടോ. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെയാണ് അവര് ഉയർന്നു വന്നത്. അപ്പോൾ കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. മിതമായ ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാത്ത മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ടല്ലേ. അപ്പോ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും കൂട്ടുകാരെ? അടിസ്ഥാന ആവശ്യങ്ങൾ ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റും അല്ലെ. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ആര്? ദരിദ്രർ അല്ലെ. അപ്പോ നമ്മുടെ ഇവിടെ ഒരു ഇത് കൊടുത്തേക്കുക, ഒരു പദസൂര്യം കൊടുത്തേക്കുക, ഈ ദാരിദ്ര്യത്തിന്റെ പല കാരണങ്ങൾ കൊടുത്തേക്കുക. അപ്പോ തൊഴിലില്ലായ്മ അല്ലെ, തൊഴിലില്ലായ്മ, ജോലിയില്ലായ്മ. പിന്നെന്താണ്? കടബാധ്യത, അവസര അസമത്വം, പിന്നെ വിലക്കയറ്റം, വർദ്ധിച്ച ജനസംഖ്യ. പിന്നെ എന്തൊക്കെ വരുമായിരിക്കും കൂട്ടുകാരെ? ഈ അവകാശ നിഷേധം അല്ലെ, അവകാശ നിഷേധം. അതായത് അടിസ്ഥാനപരമായ അവകാശം നിഷേധിക്കപ്പെടുമ്പോ അതും ദാരിദ്ര്യത്തിന് കാരണമാകും. പിന്നെന്താണ്? വിദ്യാഭ്യാസത്തിന്റെ അഭാവം. വിദ്യാഭ്യാസത്തിന്റെ അഭാവം. അപ്പൊ അത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ? നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുവോ? അപ്പോ അതും ദാരിദ്ര്യത്തിന് ഒരു കാരണമാവും. പിന്നെന്താണ്? രോഗങ്ങൾ അല്ലെ, ഡിസീസ്. രോഗങ്ങൾ ചികിത്സാ ചെലവ് വർദ്ധിപ്പിക്കും അല്ലെ. അപ്പോ അത് മാത്രമാണോ? ജോലി ചെയ്യാനുള്ള അവരുടെ ശേഷിയും കൂടെ കുറയ്ക്കും രോഗങ്ങൾ വന്നു കഴിഞ്ഞാല്. അപ്പൊ അതും ദാരിദ്ര്യത്തിന്റെ ഒരു കാരണം തന്നെ അല്ലെ കൂട്ടുകാരെ. പിന്നെന്താ വരുന്നത്? നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് അല്ലെ. എന്തോ? യുദ്ധം. അതെ, യുദ്ധമൊക്കെ വന്നാലും ദാരിദ്ര്യം സംഭവിക്കും. കാരണം എന്താണ്, കൃഷിയുടെ ഇതെല്ലാം എന്താ, ഇതിന്റെ ഔട്ട്പുട്ട് മൊത്തം എങ്ങോട്ട് പോകും? ഈ യുദ്ധാവശ്യത്തിനായിട്ട് അങ്ങ് പോകും അല്ലെ. ആവശ്യത്തിന് വേണ്ടി പോകാതെ. അതെ. അപ്പൊ അതും ഒരു കാരണമാണ്. പിന്നെന്താ? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. അതായത് പ്രകൃതി ദുരന്തങ്ങള്. ഒരു വെള്ളപ്പൊക്കം വന്നെന്ന് വെച്ചോ, ഇപ്പൊ കണ്ടല്ലായിരുന്നോ നമ്മുടെ മുണ്ടക്കയിലൊക്കെ അല്ലെ, മൊത്തം അടിച്ചു പോയി. ആ ചെറിയൊരു ടൗൺ ആയിരുന്നു, അത് മൊത്തം പോയി. അപ്പൊ എല്ലാം ഉണ്ടായിരുന്നവര് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ലേ ദാരിദ്ര്യമായി, ഒന്നുമില്ലാതാവുക.
അപ്പം വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ വരുമാനത്തെയും ജീവിത സാഹചര്യങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കും അല്ലേ? അതെ അതെ പിന്നെ എന്താണ് സാമ്പത്തിക അസമത്വം, വരുമാനത്തിനും സ്വത്തിനുമുള്ള അസമത്വം. ചിലര് ഭയങ്കര പണക്കാരായിരിക്കും, ചിലര് പാവങ്ങളായിരിക്കും. അപ്പോഴും ഒരു ദാരിദ്ര്യം അല്ലെ? അവിടെയും ഒരു ദാരിദ്ര്യമാണ് കാണുന്നത്. അപ്പോ ഏതൊക്കെയാണ് നമ്മുടെ ഈ പൊതു കാരണം ദാരിദ്ര്യത്തിന്റെ? തൊഴിലില്ലായ്മ, കടബാധ്യത, വർദ്ധിച്ച ജനസംഖ്യ, അവകാശ നിഷേധം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, രോഗങ്ങള്, പാരിസ്ഥിതിക പ്രശ്നങ്ങള് അഥവാ പ്രകൃതി ദുരന്തങ്ങള്, പിന്നെന്താണ് സാമ്പത്തിക അസമത്വം. ഇതെല്ലാം തന്നെ ദാരിദ്ര്യത്തിന്റെ കാരണമാണ് കേട്ടോ. അവള് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് ഈ ദാരിദ്ര്യം എങ്ങനെ നമുക്ക് അളക്കാം എന്നുള്ളതാണ്. അപ്പോ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അഥവാ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് എന്ത്? MPI അഥവാ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെന്റ് പ്രോഗ്രാമും സംയുക്തമായി തയ്യാറാക്കിയതാണ് എന്ത്? നമ്മുടെ MPI. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ഈ MPI കണക്കാക്കുന്നത് അഥവാ ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പൊ ഈ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല കേട്ടോ, 12 സൂചികളാന്ന് പറഞ്ഞു. അപ്പോ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ആരോഗ്യത്തിൽ അവര് കണക്കാക്കാൻ നോക്കുന്നത് എന്തൊക്കെയാണ്? പോഷകാഹാരത്തിന്റെ ലഭ്യത നോക്കും, പിന്നെന്താണ് കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് നോക്കും, പിന്നെ മാതൃ ആരോഗ്യം, മറ്റേണൽ ഹെൽത്ത് അത് നോക്കും, പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം, സ്കൂൾ വിദ്യാഭ്യാസം, പിന്നെ സ്കൂൾ ഹാജര്, ഈ കുട്ടികളൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള അവരുടെ അല്ലെ ഹാജര് അത് നോക്കും, പിന്നെന്താണ് ജീവിത നിലവാരം, പാചക ഇന്ധനം അത് ലഭ്യമാണോ? എല്ലാവർക്കും ഒന്നും അത് ലഭ്യമല്ല ഇപ്പോഴും അല്ലെ, ചിലര് വിറകൊക്കെ തന്നെ ആയിരിക്കും. പിന്നെന്താണ് ശുചിത്വമുള്ള എവിടാണോ അവരുടെ ജീവിത സാഹചര്യം, പിന്നെന്താ കുടിവെള്ളം ലഭ്യമാണോ അവർക്ക്, വൈദ്യുതിയൊക്കെ ഇല്ലാത്ത ഒരു നാട്ടിലെ വൈദ്യുതി ഉള്ളതെന്ന് പറയുമ്പോൾ അവരവിടുത്തെ റിച്ച് ടീംസ് ആയിരിക്കും അല്ലെ, വൈദ്യുതി ഇല്ലാത്ത ഇടത്ത്. ഇപ്പൊ പിന്നെ എല്ലായിടത്തും ഉണ്ട്. അപ്പോ പിന്നെന്താണ് ഭവനം അല്ലെ, ഭവനം സ്വന്തമായിട്ടുള്ളത്. പിന്നെ എന്താണ് ആസ്തി, അവർക്ക് എന്തൊക്കെയുണ്ട്, വണ്ടിയുണ്ടോ അല്ലെ, വാഹനങ്ങളുണ്ടോ, പിന്നെന്താണ് മറ്റ് സ്ഥലങ്ങളുണ്ടോ, അതൊക്കെ ആസ്തികള്. പിന്നെ ബാങ്ക് അക്കൗണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഉള്ളത് അനുസരിച്ച് ജീവിത നിലവാരം അളക്കാൻ സാധിക്കും. അപ്പോൾ നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും 2015 to 16, 2019 to 21 വർഷങ്ങളിലെ ദാരിദ്ര്യനിലയാണ് ഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ കേരളമൊക്കെ എന്ത് ചെറുതാണ് ദാരിദ്ര്യ സൂചിക അല്ലേ, വളരെ ചെറുതാണ് നമ്മുടെ കേരളത്തില്. ആദ്യം 0.70 ആയിരുന്നു 2015, പിന്നെ 0.55% മാറി. അപ്പൊ കുറഞ്ഞു വരുവാ നമുക്ക് അല്ലെ. നമ്മള് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് കൂട്ടുകാരെ അങ്ങനെ അത്രയും കുറയാനുള്ള കാരണം എന്താണ്? കൂട്ടുകാരെ, നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് എന്താണ് കേരളത്തിന്റെ? വിദ്യാഭ്യാസവും ആരോഗ്യ മേഖല. പറഞ്ഞോളൂ. സാക്ഷരതയുണ്ട്, വിദ്യാഭ്യാസം. അതെ. അപ്പോ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയിലും നമ്മള് നമ്പർ 1 ആണ് ഇന്ത്യയിൽ തന്നെ അല്ലെ, കേരളം. അപ്പോ ആ ഒരു പുരോഗതി ദാരിദ്ര്യം കുറയ്ക്കാൻ പ്രധാനമായിട്ട് പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉയർന്ന സാക്ഷരതാ നിരക്കും മികച്ച ആരോഗ്യ സംവിധാനവും ജനങ്ങളുടെ ജീവിത നിലവാരം തന്നെ ഉയർത്തി അല്ലെ. പിന്നെന്താ, നമുക്ക് ഒരുപാട് സാമൂഹിക സുരക്ഷാ പദ്ധതികളുണ്ട്, പെൻഷൻ ഉണ്ട്, റേഷൻ സംവിധാനം അല്ലെ. റേഷൻ സംവിധാനം എല്ലായിടത്തും ഉണ്ട്, എന്നാലും നമ്മുടെ ഇവിടെ എഫക്റ്റീവായിട്ട് അത് നടപ്പിലാക്കുക. പിന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളുണ്ട്, പിന്നെന്താണ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുണ്ട്. അപ്പൊ ഇതെല്ലാം ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാണ്.
പിന്നെന്താണ് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പ്. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇത് ഈയിടെ ചോദിച്ചതാണേ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഇതെല്ലാം തന്നെ ഗ്രാമീണ നഗര മേഖലകളിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ പിന്നെ വരുമാനവും ഉറപ്പാക്കി അല്ലേ. പിന്നെന്താണ് നമ്മുടെ നാട്ടിൽ സ്വയം തൊഴില് പിന്നെ വേതന തൊഴില് പദ്ധതികൾ. അപ്പം അതായത് പ്രധാനമന്ത്രി റോസ്ഗാർ പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്വയം തൊഴിൽ പദ്ധതികളാണ്. അപ്പൊ ദാരിദ്ര്യം കുറയ്ക്കാൻ സഹായിച്ചു അത്. പിന്നെന്താണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോഴേ എന്താ ഓർക്കേണ്ടേ, നമ്മുടെ കുടുംബശ്രീ അല്ലേ. അപ്പോ സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുകയും അതുവഴി കുടുംബത്തിന്റെ വരുമാനം മെച്ചപ്പെടുത്തുകയും ചെയ്തു അല്ലേ. ഓക്കെ. അതെ. അപ്പോ നമുക്ക് കുറച്ച് പദ്ധതികൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും. അതായത് താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരവും വരുമാനവും ലഭിക്കുന്നു, അതാണ് അതിന്റെ ലക്ഷ്യം. പിന്നെന്താണ് ജീവനം പദ്ധതി, ഇത് ഈയിടെ ചോദിച്ചതാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് ജീവനം പദ്ധതി. പിന്നെന്താണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നു. പിന്നെന്താണ് പൊതുവിതരണ സംവിധാനം, നമ്മുടെ റേഷൻ കട അല്ലെ, ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. പിന്നെന്താണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, PM പോഷൻ, 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. അപ്പൊ ഏതിലാണ് കൂട്ടുകാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ അല്ലെ, PM പോഷൻ. ഓക്കെ. അപ്പൊ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സുഭിക്ഷ കേരളം പദ്ധതി, കേരളത്തിന്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി. പിന്നെന്താണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന. അതെന്താണ്? നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. അതേസമയം നിരാമയോ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ്, ഹാൻഡിക്യാപ്ഡിന് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ. അപ്പൊ ഇവ കൂടാതെ നമ്മുടെ കേരളത്തിന് പല പദ്ധതികളുണ്ടല്ലേ. ഏതൊക്കെയാണ്? നമ്മുടെ സ്നേഹ സാന്ത്വനം, പിന്നെ അതിദാരിദ്ര്യ നിർമാർജനം, വയോമിത്രം, പിന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ, ഇതെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ. അതെ. അപ്പോ കുടുംബശ്രീയും ദാരിദ്ര്യ നിർമാർജനവുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ദാരിദ്ര്യ ലഘൂകരണവും ലക്ഷ്യമിട്ട് 1998 മെയ് 17 കേട്ടോ, 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കുടുംബശ്രീ. സാമൂഹിക ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു അല്ലെ. എന്തൊക്കെയാ ഇപ്പൊ ഉള്ളത്? ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടല്, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ്, പിന്നെ ഇപ്പൊ കുടുംബശ്രീ ഹോട്ടലുകളുണ്ടല്ലേ, പിന്നെ കഫേ ഉണ്ട്, കുടുംബശ്രീ കഫേ എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമാർജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹിക മൂലധന സമാഹരണത്തിനും സഹായകരം തന്നെയാണ്. ഓക്കെ. അപ്പോ ഭക്ഷ്യസുരക്ഷയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭക്ഷ്യസുരക്ഷ ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുകയാണ് എന്ത്? നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? കാലാവസ്ഥാ വ്യതിയാനമുണ്ട് അല്ലേ, കാലാവസ്ഥാ വ്യതിയാനമുണ്ട്. പിന്നെന്താണ്? വരുമാനക്കുറവുണ്ട്, പിന്നെ ലഭ്യത കുറവുണ്ട്, വ്യാവസായികവൽക്കരണമുണ്ട്, പിന്നെ വിലവർദ്ധനവ്, പിന്നെ വിതരണത്തിലെ അസന്തുലിതാവസ്ഥ. അപ്പോൾ നമ്മുടെ സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഹലോ. നമ്മുടെ സിവിൽ സപ്ലൈസ് അല്ലേ, സിവിൽ സപ്ലൈസ്.
ഹലോ ഹലോ, കേക്കാവോ? ഹലോ, ഞാൻ പറയട്ടെ? കേക്കാം ആ, അപ്പോ കൂട്ടുകാരെ, പറഞ്ഞോ നമ്മുടെ പറഞ്ഞോ നമ്മുടെ സബ്സിഡി നിരക്കില് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സിവിൽ സപ്ലൈസ് അല്ലേ, അതായത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, സപ്ലൈകോ. അപ്പൊ അതൊരു മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണ് അല്ലേ. ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ ഒരു എന്താണ് പ്രധാന റോള് വഹിക്കുന്നതാണ്. മാവേലി സ്റ്റോർ അല്ലേ. മാവേലി സ്റ്റോർ. ഓ പിന്നെ നമ്മുടെ റേഷൻ കടകള്, അതെല്ലാം തന്നെ ഓരോ ഔട്ട്ലെറ്റ്, ഗവൺമെന്റിന്റെ ഔട്ട്ലെറ്റുകളാ. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, പിന്നെന്താണ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, അതും സപ്ലൈകോ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതാ കേട്ടോ. അപ്പോ അതെ അവിടെയും എന്താണ് സബ്സിഡൈസ്ഡ് ചെയ്ത റേറ്റിലാണ് വിൽക്കുന്നത് ധാന്യങ്ങളും ഒക്കെ. പിന്നെ ജനകീയ അതെ ഹോട്ടലുകളുണ്ട് അല്ലേ കൂട്ടുകാരെ, ജനകീയ ഹോട്ടല്. അപ്പോ വിശപ്പ് രഹിത കേരള എന്ന് പറയുന്ന പദ്ധതിയാ, ഹങ്കർ ഫ്രീ കേരള എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നിർമ്മിച്ചേക്കുന്നതാ. അപ്പം കുടുംബശ്രീയാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നത്. അപ്പം നല്ല വിലക്കുറവിലാണ് കേട്ടോ, സബ്സിഡൈസ്ഡ് പ്രൈസിലാണ് നമുക്ക് ഈ ആഹാരം ലഭ്യമാവുന്ന അവിടെ കുടുംബശ്രീ ഹോട്ടലുകൾ അല്ലേ. പിന്നെ നമ്മുടെ അതെ അതെ റേഷൻ കടകൾ, അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് റേഷൻ കടകൾ. അപ്പം ധാന്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും, പിന്നെ മറ്റ് അത്യാവശ്യ ഘടകങ്ങളും ഒക്കെയാണ് നമ്മൾ റേഷൻ കാർഡ് ഉള്ളവർക്കേ കൊടുക്കത്തുള്ളൂ. പിന്നെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താണ്, ഒരു സ്ത്രീകളുടെ ഉന്നമനത്തിനാണ്. പിന്നെ വേരിയസ് ഫുഡ് സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് അല്ലേ. പല ഈ കുടുംബശ്രീക്കാര് തന്നെ അല്ലേ ഒരു ധാന്യങ്ങളൊക്കെ വിതരണമൊക്കെ ചെയ്യുമല്ലോ ഏറ്റവും താഴെത്തട്ടിലേ. അതെ അപ്പൊ അതുകൊണ്ട് അപ്പോ വിശപ്പ് രഹിത കേരളം കേട്ടോ, വിശപ്പ് രഹിത കേരളം, പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 2017 തൊട്ട് 2018 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടന്നു വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പു വരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത് അല്ലേ. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ എന്നിവ നേരിടുമ്പോൾ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോ പൊതുവിതരണ സംവിധാനത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്.